ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്കൊന്നൊരു വോൾ പെയിൻറ്റിങ് ചെയ്തെടുത്താലോ? ഇപ്പോൾ ഒരു ബീച്ച് തീമിലുള്ള ഒരു വോൾ പെയിൻറ്റിംഗ് ആണ്. അതിന് ഒരു ചാർട്ട് പേപ്പർ എടുത്ത് ഒരു 2 ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട് പുറകെ. അതിലേക്ക് കുറച്ച് മണലെടുത്തിട്ടുണ്ട്. മണൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മണ്ണ് യൂസ് ചെയ്യാവുന്നതാണ്. മണ്ണ് തരിതരിയായിട്ടുള്ള മണ്ണാണെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഫെവിക്കോളാണ്. ഫെവിക്കോളും കുറച്ച് ബ്രൗൺ കളർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നോക്കി വേണം ചേർക്കാൻ. ലൂസായി കഴിഞ്ഞാൽ മൊത്തം സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ചാർട്ട് പേപ്പറിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് തിക്ക് ലെയർ ആയിട്ടാണ് ഇത് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലധികം ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, കുറച്ച് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് കുറച്ച് തിക്ക് ലെയറായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഏകദേശം ഈ ഒരു സൈഡ് ഫുള്ള് ഇത് ഈ ഒരു ലെയറായിട്ട് ഇങ്ങനെ ഇത്ര കട്ടിക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് വൈറ്റ് കളറ്, ബ്ലൂ കളറ്, പിന്നെ ഇത് കുറച്ച് മണൽ, ഫെവിക്കോൾ ഇത്രയും ചേർത്ത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഈ സൈഡ് ഫുള്ള് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചാർട്ട് പേപ്പർ എടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കാർഡ്ബോർഡ് ആയാലും മതിയാവും. പിന്നെ കുറച്ച് സീഷെൽസ് എടുത്ത് അത് ഫെവിക്കോളിൽ മിക്സ് ചെയ്ത് അതിനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് കുറച്ച് വീഡിയോ എടുക്കാൻ ഒന്ന് മിസ്സായിപ്പോയി. അത് നമ്മൾ മണ്ണും വൈറ്റ് കളറും നമ്മുടെ പശയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണതാണ്. അത് ഇത്തിരി കുറച്ച് കട്ടിയായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനെ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോ ഒന്ന് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിനെ ഇതേപോലെ ഒരു ഷേപ്പിലോട്ട് ഒന്ന് വച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബ്രഷ് വെച്ച് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു നമ്മുടെ തിരമാലയ്ക്ക് വന്ന് അടിക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്കിത് വാൾ ഡെക്കറായിട്ടൊക്കെ യൂസ് ചെയ്യാം.